യെസ്, അങ്ങനെ ഫൈനലി നമ്മൾ എവിടെ എത്തിയിരിക്കുകയാണ്? നമ്മൾ ബാംഗ്ലൂർ എത്തി. ഇവിടെ ഒരാൾ ഉപ്പൊക്കെ ചാക്കൊക്കെ ഏറ്റി നടക്കുന്നുണ്ട്. നമ്മളപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഒരു 4-5 ദിവസം ഇവിടെ ഉണ്ടാവും. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു വ്ളോഗ് പോസ്റ്റ് ചെയ്യാനായിരുന്നു വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എവിടെയൊക്കെ പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നതൊക്കെ കുഞ്ഞു കുഞ്ഞു ക്ലിപ്സൊക്കെ ആയിട്ട് നമുക്ക് കാണാം. നമ്മുടെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട് അപ്പോൾ നമുക്ക് പോയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ബാംഗ്ലൂരിലെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ നമ്മളിതേ മെട്രോ സ്റ്റേഷനിലൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മളിന്ന് കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു എല്ലാവരും എണീച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ട്രാവലും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ലേറ്റ് ആയിപ്പോയി. നമ്മൾ എത്തി തന്നെ ഒരു 5:30-6 മണിക്കൊക്കെ ആയിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേ രാവിലെ എണീച്ചൊരു 1 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ ഇനി ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ മെട്രോ ഒക്കെ ഇറങ്ങി വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. സമയം ഏകദേശം ഇനി എവിടേക്കല്ലേ, നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഫുഡ് കഴിച്ച ശേഷം നമുക്ക് വേറെ എവിടേക്കെങ്കിലും പോകാം. ഇങ്ങനൊരു സ്ഥലത്തിൻ്റെ അകത്തൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വന്ന സ്ഥലം ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. സ്ഥലം വീണ്ടും വീണ്ടും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് പോയിട്ട് ആണ് ആ സ്ഥലം എന്നൊക്കെ പറയുന്നുണ്ട്. ആക്ച്വലി അതിൻ്റെ പേര് മേഘന മെസ് എന്നാണ്. മേഘന മെസ്. അപ്പോൾ നമുക്ക് ഇവിടെ പോയിട്ട് ഫുഡ് എന്തൊക്കെയാണ് നോക്കാം. ബിരിയാണി പൊതുവെ ബാംഗ്ലൂരിയൻസിൻ്റെ അടിപൊളി ഫുഡാണല്ലോ മേഘന ബിരിയാണി. ഇത് മേഘന ബിരിയാണി അല്ല, മേഘന മെസ്സാണ്. അപ്പോൾ യൂട്യൂബിൽ കണ്ടായിരുന്നു റെഫറൻസ്. നമുക്ക് യൂട്യൂബ് തന്നെയാണ്. ഫൈനലി വി റീച്ച്ഡ് മേഘന മെസ്. ആക്ച്വലി ഇതൊരു കുഞ്ഞൊരു മെസ്സാണ്. ജസ്റ്റ് ഒരു വീടിന് സെറ്റാക്കിയിരിക്കണം. ചുടുക്കത്ത് പേർക്കുണ്ട്. ഫുഡപ്പം നല്ലതായിരിക്കും എന്ന് വിചാരിക്കണം. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ചിക്കൻ ഫ്രൈ വിത്ത് കാര്യമില്ല കഴിച്ചില്ലേ? സൂപ്പർ. അവിടുത്തെ മട്ടനും ചിക്കൻ ഫ്രൈയും ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അവരുടെ എല്ലാ ഐറ്റംസ് അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. പിന്നെ ട്രൈ ചെയ്തത് എന്നിട്ട് ഇതിൽ ഈ ചിക്കൻ ചാറിലോ മട്ടൻ്റെ നാക്കി വെച്ച് ഒറ്റ മണിങ്ങൾ ചവയ്ക്കണ്ടാ. സൂപ്പറല്ലേ? അങ്ങനെ ഫുഡ് റെഡിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. നെക്സ്റ്റ് നമ്മുടെ സ്പോട്ടാണ് ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ. പ്ലാസ്റ്റിക് ബോട്ടിൽ അലോഡ് അല്ല എന്ന് പറഞ്ഞ് അപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ള ബോട്ടിലേക്ക് നിറച്ചുകൊണ്ടിരിക്കുക. ആൾക്കാർ കഴിക്കും മിക്സാന്ന്, പക്ഷേ ശുദ്ധമായ പണിയാണ്. ആ വേറെ ബോട്ടിലും കൂടെ മിക്സ് ചെയ്യും. പിന്നെ അകത്ത് പോയിട്ട് പുളി. ബാംഗ്ലൂർ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പറയാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ഇത്. അപ്പോൾ ഞങ്ങളിത് ഫസ്റ്റ് ടൈം വന്നത് ലാൽബാഗ്. ഞങ്ങൾ ഗാർഡൻ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിനു മുമ്പ് ഞങ്ങൾ ഇതൊരു ഫുഡ് കഴിക്കാം. മേഘ്ന മെസ്, ഇവളുടെ പേരുള്ള മെസ്. ഫുഡ് അടിപൊളി. അതുകൊണ്ട് വയറ് നിറഞ്ഞുകൊണ്ട് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മാപ്പിനോട് ചോദിക്കണം. എം ജി റോഡൊക്കെ ആയിരിക്കണം. എക്സ്പ്ലോർ ചെയ്തിട്ട് മാപ്പും ഡോറയും കൂടെ നടക്കുന്നുണ്ട്. പ്രാവുകളുണ്ട്. അതുപോലെ തന്നെ മൊബൈലും മാറ്റിക്കോട്ടെ. കുറച്ച് കുരങ്ങന്മാരൊക്കെ ഉണ്ട്. എനിക്ക് പേടിയാവുന്നു. കാരണം ഇന്നലെ കൂടെ ഒരു വീഡിയോ കണ്ടേ ഉള്ളൂ. അതുകൊണ്ട് ചെറുതായിട്ടൊരു ഭയം. ഇങ്ങനെ മരത്തിൻ്റെ മേലെ കൊള്ളാം.
ഇവിടെ എത്ര മണിക്കൂർ സ്പെൻഡ് ചെയ്ത്? എന്നിട്ട് എന്തൊക്കെ കണ്ട്? ഇവിടുത്തെ എത്ര സ്ഥലങ്ങളുണ്ട് മൊത്തം? ലൈക്കും ഗാർഡനും പിന്നെ ഐസ്ക്രീം കടയും കുറച്ച് മഴയും. വേറെ ഒന്നും കണ്ടില്ല ഗൈസ്. നടക്കാൻ വയ്യ, അതാണ് സത്യം. കുഞ്ഞു എന്താ സാധനം അത്? ഇതെന്താ സാധനം? ഡക്ക്. എന്താണ് അവിടെ എത്തിയത്? അവിടെ പൊങ്ങിയത്. ഇവിടെ താഴും അവിടെ പൊങ്ങും. ഇതാണ് വാട്ടർഫാൾ എന്ന് ഉദ്ദേശിച്ചത്. എനിക്ക് ഏതാണെങ്കിൽ മഴ, പക്ഷെ നല്ല സുഖമുണ്ട്. മഴയത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല സുഖമുണ്ട്, വാവായിട്ടുണ്ട്. ദോല് പോയാൽ അത് ബുക്ക് ചെയ്യാന്ന് പറഞ്ഞേ. ഞാൻ അടുത്ത എവിടെ ചോദിക്കി നോക്കി എവിടേക്കാ പോണ്ടേന്ന്. പെരുമഴ വന്ന് നല്ല മഴ ഉണ്ട്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഒറ്റയ്ക്ക് പോണത്. ബാംഗ്ലൂർ അറിയില്ല. ബാംഗ്ലൂരല്ല, ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വരിക. ഞാൻ ഫസ്റ്റ് ടൈം ഏകദേശം കുറച്ചൊക്കെ അറിയാം. അതുകൊണ്ട് നമ്മൾ പോകാൻ വിചാരിച്ചു. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഫൈനലി ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തരും. ജോക്കിയുടെ പിന്നെ ശരി, മനസ്സിലായി. കാരണം നമ്മൾക്ക് പെർഫ്യൂം ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തരുന്നുണ്ട്. വാങ്ങിക്കാന്ന് വിചാരിച്ചു, പക്ഷെ വേണ്ട. ഞാൻ വിചാരിച്ചു വാങ്ങിക്കാന്ന്, വേണ്ട. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്ന ബാറ്റിലേക്കായിരുന്നു. അവിടെ നിന്ന് കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് കയറിയതായിരുന്നു. ഈ ഒരു ബാഗ് എനിക്ക് നല്ല ഇഷ്ടമായി, പക്ഷേ ഇച്ചിരി റേറ്റ് ആയതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്തോ ഇഷ്ടമായി. പിന്നെ അതേ ഉണ്ണിക്കൊരു ചപ്പലായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗേൾസ് ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തത്. നമ്മൾ നേരെ 3 ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു. റിട്ടേൺ പോവാണ്. അപ്പോൾ ഞങ്ങൾ കൂടുതൽ ഷോപ്പിങ്ങും കൂടുതൽ ബാംഗ്ലൂർ വിശേഷങ്ങളായിട്ട് കാണാം. ബൈ. അപ്പോൾ നമ്മൾ ഇന്ന് പോണത് നന്ദി ഹിൽസിക്കാണ്. അത് നമ്മുടെ ഡേ 3 ആണ് 2 ആണ് 2. അപ്പോൾ നമ്മളിന്ന് പറയട്ടെ, മേഘ പറഞ്ഞു, എൻ്റെ ഉണ്ണി പറഞ്ഞു. ഓക്കെ, ഒരു മിനിറ്റ് അല്ലെങ്കിൽ പോലീസ് പിടിക്കൂട്ടാ. ഞങ്ങൾ വ്ലോഗ് എടുക്കാൻ മറന്നാലും അവൾ വ്ലോഗ് എടുക്കാൻ ഒരിക്കലും മറക്കില്ല. ഞങ്ങൾ പറയുന്നതിനനുസരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മളിത് ഒരു വണ്ടി റെൻറ്റിന് എടുത്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. കാരണം കൊച്ചും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളധികം ചടപ്പാവണ്ടെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ സൂം ആപ്പ് വഴിയായിരുന്നു വണ്ടിയൊക്കെ റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നത്. നന്ദി ഹിൽസ് കാണാനൊരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഭയങ്കര ടയേർഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം വന്നിട്ട് നമ്മളധികം റെസ്റ്റ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. നല്ല തണുപ്പ് വരുന്നുണ്ട്. സംഭവം കൊള്ളാം. അയ്യോ, കടിക്കൂട്ടാ നായന് തൊട്ടാ. ഇത് അഭിനയമാണോ? ഇത്ര തണുപ്പൊന്നുമില്ല, പക്ഷെ കുഴപ്പമില്ല, തണുപ്പുണ്ട്. കുളുമണാലിയാ? മിനി കുളുമണാലി. ഗൈസ് ഞങ്ങളങ്ങനെ നന്ദി ഹിൽസ് എത്തി ഇതാ എൻട്രൻസിലോട്ട് പോയി. അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട്.
തണുപ്പെന്ന് വെച്ച് പറഞ്ഞാൽ അത്യാവശ്യം കോടയില്ല, എന്നാലും ക്ലൈമറ്റൊക്കെ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വണ്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. നല്ല ക്ലൈമറ്റ്, നല്ല ചില്ലായിട്ടുണ്ട്. ചെറിയൊരു എമൗണ്ട് തൊട്ട് നമുക്ക് ഈ വണ്ടിയിൽ പോകാവുന്നതാണ്. ഒരു ഗ്യാപ്പ് കൂടെ ഉണ്ട്. അപ്പോൾ അതിന് നല്ല ഫ്രഷ് എയർ വരുന്നുണ്ടാവും. വേണേലും നടന്നും പോവാം, പക്ഷെ നമുക്ക് കൊച്ചൊക്കെയുള്ളതുകൊണ്ട് നമ്മൾ നടക്കുന്നില്ല. കുറേ വ്യൂ പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ കുറച്ച് ഭയങ്കര ക്യൂട്ടായിട്ട് കാണാൻ. അതുപോലെ തന്നെ നമ്മളെന്തെങ്കിലും പറയുമ്പോൾ തിരിച്ച് അതുപോലെ പറയാൻ ശ്രമിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. വണ്ടി ഭയങ്കര ഷെയ്ക്കാണ്. എത്രത്തോളം ഷെയ്ക്ക് ആവാതെ കിട്ടുമെന്ന് എനിക്കറിയില്ല. നമുക്ക് വ്യൂ കാണാം. ഞാൻ വ്യൂസ് അങ്ങോട്ട് കാണിച്ചു തരാം. ഐഷു പറഞ്ഞതായത് ബാംഗ്ലൂർ സിറ്റി മൊത്തം കാണാമെന്ന്. ബാംഗ്ലൂർ സിറ്റി മൊത്തം കണ്ടില്ലെങ്കിലും ഉള്ള സിറ്റി ഞാൻ കാണിച്ചു തരാം. ആണോ? ഞങ്ങൾ ആക്ച്വലി എല്ലാവരും ഇവിടെയാണ്. കടിച്ചു എന്താ ഇത്? മാന്തിയാ? ചെറുതായിട്ടില്ലല്ലോ, കാര്യമില്ല. കാര്യമില്ലെന്നല്ലോ, കൈത്തട്ടിയാ? കിളിവിട്ട പോലെ ഇരിക്കാൻ പാടില്ല ഞാൻ പറഞ്ഞു. നമ്മുടെ ബാഗ് മോഷ്ടിച്ചു ഗൈസ്. ശോകം. ഭാഗ്യം ഫോൺ എടുത്ത് പോക്ക്. ചേച്ചിന്റെ കയ്യിലൊരു കടിയും കൊടുത്തിരിക്കുന്നു. ഇച്ചിരി വെള്ളമൊക്കെ ഞാൻ കഴുകിത്തരാം. അപ്പൊ ഞങ്ങൾ ബാഗ് കഴുകാനുള്ള ശ്രമത്തിലാണ്. ഇല്ലില്ല ഇല്ലില്ല, ഞാൻ ഇല്ല അത് കടിക്കില്ല. അതിനെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞാക്കിയതാ. എവിടെ ഉണ്ട് ഈ പേടിപ്പിരുത്തിയാൽ മതി, അപ്പൊ പോകും. നമ്മളെ അതിനെ പോലെ അഭിനയിച്ചാൽ മതി, പോകും. ഇഷ്ടം പോലെ കുരങ്ങ. വാഷ്റൂം കൊണ്ടല്ലോ. ഹോട്ടൽ മയൂര പൈൻ ടോപ്പാണോ അറിയില്ല. മൂത്രം ഉണ്ടാവും, ദൈവം തമ്പുരാൻ അറിയാം. ഉണ്ട്. ഇത് കണ്ടവൾക്ക് വേണ്ട, എനിക്ക് കഴിക്കണം വേണ്ടെന്ന് ആലോചിക്കണം. ഞാൻ മൂത്രമൊഴിച്ച പോലെ ഈശ്വര അടിയിൽക്കൂടെ പോയി. വയറ് ശരിയല്ലായിരുന്നില്ലേ? ഇനിയിപ്പോൾ ഇത് കഴിച്ച് പണി എങ്ങനെയുണ്ട്? അറിയില്ല, വായിച്ചു. ഇവിടുത്തെ വിശേഷങ്ങൾ എത്രയൊക്കെ ഉള്ളൂ. ഇനി കുറച്ച് ഗാർഡൻ സെറ്റപ്പൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കണ്ടിട്ട് നമ്മൾ അതിൻ്റെ പാക്കണം. അകത്തൂടെ പോകണം. എവിടെ ചളിയില്ല, ഇറങ്ങി കഴിഞ്ഞാൽ എൻട്രി എത്തി. ഇവിടെയാണ് നമ്മൾ എൻട്രി. ഇവിടെ കാർ പാർക്ക് ചെയ്തു, എന്നിട്ട് ഇങ്ങനെ കയറി വന്നു. ഇതേ സൺറൈസ് വ്യൂ കയറി. എന്നിട്ട് ഇവിടെ നമ്മൾ ബസ് കയറി. ഇങ്ങനെ ബസ് നമ്മളെ ചുറ്റിച്ച് ഇവിടെ കൊണ്ട് ഇറക്കി തന്നു. ഇതേ ഒരു കട്ട് റൂട്ട് ഉണ്ട്, അതാണ് ഈ റൂട്ട്. ഓക്കെ, ഇവിടെ കൊണ്ട് ഇറക്കി തന്നു. നമ്മളിപ്പോൾ ഇവിടുന്ന് സൺറൈസ് പോയിന്റ് വ്യൂ ഒക്കെ കണ്ട് പാരാഗ്ലൈഡിംഗ് ഒക്കെ കണ്ട് ഇപ്പൊ നമ്മൾ ഇവിടെ വന്ന് ഇരിക്കുകയാണ്. ചായ അടിച്ച് ഇനി ഒന്നില്ലെങ്കിൽ ഈ റോട്ടിൽ ഇറങ്ങുക. ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ ചുറ്റി നടന്ന് ഈ പോയിന്റിലേക്ക് തന്നെ വരാം. വണ്ടി കയറി അവിടേക്ക് തന്നെ വരാം. അല്ലാതെ ഇത് ഇറങ്ങി വീട്ടിലേക്ക് കൊണ്ടാണ് പോകാം. ഇതിൽ കൂടെ ചെയ്യണം. ഇത് മൊത്തം കറങ്ങി വരണമെങ്കിൽ വരും. ലെറ്റ്സ് വാക്ക്. ഇതിൽ കൂടെ നടന്നാൽ നമുക്ക് വാക്ക് ചെയ്ത് പോവാം. ഇതിൽ കൂടെ ഇറങ്ങി വെളിയിൽ പോവാം.
കാലിന്റെ ഭംഗി ആസ്വദിച്ച് ഇങ്ങനെ നടക്കണമെങ്കിൽ ഇതേ നടക്കാം. ഉണ്ണി വില്ലിംഗ് ടു നടക്കൽ. യെസ് പറ. ഇത് നടക്കണം. ഇതാണ് റൂട്ട് മാപ്പ്, കണ്ടില്ലേ? ഇതാ സോ എന്നിട്ട് കാക്കയും പൂച്ചയും കിച്ചാച്ചനും നോക്കൂ ഗൈസിനോട് വല്ലതും പറയൂ. ഇവിടെ നോക്കൂ ഗൈസ്, നല്ല ഭംഗിയില്ലേ? ഈ എന്നിട്ട് എന്ന് പറയുന്നത് ഞങ്ങൾ കഥ കേൾക്കാനാണ്, വേറെ ഒന്നുമല്ല. ഞങ്ങൾക്ക് കുറച്ച് കഥ കേൾക്കണമായിരുന്നു. ബൈ പറ. ലവ് യു പറ. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 ഞാൻ അപ്ലോഡ് ചെയ്യാം, കാരണം കുറച്ച് ഇൻസിഡൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഞാനതിൽ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് പറ്റിയ കുറച്ച് കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.